ക്ഷമ ഈ ബോംബ് ഭീഷണി ഉണ്ടല്ലോ നമ്മുടെ ഈ എയർപോർട്ടുകളിലും മറ്റും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലായിരിക്കും അത് വരുന്നത്. ഈ ആഴ്ച തന്നെ 2 ബോംബ് ഭീഷണിയാണ് എയർപോർട്ടുകൾക്ക് വന്നിരിക്കുന്നത്. അപ്പം പോലീസ് അതിൻ്റെ പിറകെ ഓടേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇതൊരു ഹരമാണ്, ചുമ്മാ ബോംബ് ഭീഷണി കൊടുക്കുക, അപ്പോൾ ആൾക്കാരൊന്ന് പാനിക് ആകുന്നത് കാണുക, ഒരു മനോവൈകൃതമാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ബോംബ് ഭീഷണി വരുന്നത്? പിന്നെ പോലീസിൻ്റെ പിറകെ ഓടുമ്പോൾ ഒന്നുമില്ല എന്ന് കാണുന്നു, പിന്നെ ഈ ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തുന്നു. ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തുമ്പോൾ ഇയാൾ അത്ര വലിയ ഭീകരതൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു ബൂത്തിൽ നിന്ന് ബോംബ് ഭീഷണിയുണ്ട് ഇന്ന എയർപോർട്ടിന്, ഇന്ന റെയിൽവേ സ്റ്റേഷന് എന്ന് വിളിച്ച് പറയുന്ന ഒരാളായിരിക്കും. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള അയാളുടെ ഒരു മനസ്ഥിതി? ഇതൊരു മനോവൈകൃതമാണ്. ഈ ബോംബ് ത്രെട്ടിങ് അസസ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അത് 2 തവണയാണ് നമ്മുടെ തിരുവനന്തപുരം ഈ ശംഖുമുഖത്ത് നമ്മുടെ വിമാനത്താവളം ഉണ്ടല്ലോ, അവിടെ 2 തവണയാണ് ഈ ആഴ്ച ചേരേണ്ടി വന്നത്. ട്രിവാൻഡ്രം എയർപോർട്ട്, നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ. അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഫ്ലൈറ്റ് ഉയർന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് അധികൃതർക്ക് അയച്ചു കൊടുക്കുക, സന്ദേശം അയച്ചു കൊടുക്കുക, ഇത് ഈ ബോംബുണ്ടെന്ന്. ഇത് ഫ്ലൈറ്റ് അവിടെ പിടിച്ചിടും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച 2 ഫ്ലൈറ്റുകൾക്കാണ് ഭീഷണി സന്ദേശം അയച്ചു കൊടുത്തത്. അതിന് തൊട്ട് മുമ്പ് കണ്ടില്ലായിരുന്നു നമ്മുടെ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ടോയ്ലറ്റിൽ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു ഫ്ലൈറ്റിൽ ബോംബുണ്ടെന്ന്. അല്ല, അത് എഴുതി വെച്ചിരിക്കുന്നതും ഇതും ഒക്കെ ആണെങ്കിൽ അത് ഒരു പാനിക് സിറ്റുവേഷൻ ആണ്. എങ്കിലും ബോംബ് വയ്ക്കുന്നവൻ ഞാൻ അതിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയത്തില്ലല്ലോ. ഇല്ല, പറയത്തില്ല, അങ്ങനെ പറയത്തില്ല. പക്ഷെ എന്നാലും അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് സ്ഫോടനം നടക്കണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ. അതെ, ഇത് സംഭവം അങ്ങനെ വരാനും സാധ്യതയില്ല. കാരണം ഇപ്പൊ അത്രയ്ക്ക് സെക്യൂരിറ്റി വളരെ ഹെവി സെക്യൂരിറ്റി അല്ല. CSF നിന്ന് മൊത്തം പരിശോധിച്ചാൽ പോലും കടക്കാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി. ഇത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഈ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നവർക്ക് അത്രയും പേരെ ഏതാണ്ട് 4-5 മണിക്കൂർ പിടിച്ചു നിർത്തി. കാര്യം ഓരോരുത്തരെ പരിശോധിക്കണ്ടേ. കാര്യം വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരാണ് ബോംബ് വെച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് അത് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ടിഷ്യൂവിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ടിഷ്യൂവിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ എന്ത് ചെയ്തു, അതെടുത്ത് പരിശോധിച്ചു. അപ്പോൾ വിമാനത്തിലുള്ള ആളാണ്. അങ്ങനെയാണ് നമ്മുടെ മധുര സ്വദേശിയായിട്ടുള്ള ഒരു രാജ എന്ന് പറയുന്ന ഒരാളെ പിടികൂടിയത്. അയാളെ പിടികൂടി ചോദ്യം ചെയ്ത് അതിൽ കേസെടുത്ത് വിട്ടത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പരിപാടിയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഇൻഡിഗോ ബാക്കിയുള്ള ഈ പറയുന്ന ഫ്ലൈറ്റുകൾ അന്താരാഷ്ട്ര അല്ല നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഡൊമസ്റ്റിക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഈ ഫ്ലൈറ്റ് പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു കൊടുക്കുക. അതോടുകൂടി ഫ്ലൈറ്റ് അവിടെ പിടിച്ചിടും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്റ്റാലിൻ്റെ ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന് പോയ ഫ്ലൈറ്റിനകത്ത് സ്റ്റാലിൻ പോകുന്ന ഫ്ലൈറ്റിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ദുബായിൽ ഇറക്കിച്ചു. സ്റ്റാലിനെ ദുബായിൽ ഇറക്കിച്ചു. ഇവിടെ പോയെന്നറിയില്ല. പോയ വഴിക്ക് അല്ല ഇവിടേക്ക് അമേരിക്കയിലേക്ക് പോയതാണ്. അമേരിക്കയിലേക്ക് പോയതാണ്. അമേരിക്കയിൽ പോയ ഫ്ലൈറ്റ് ദുബായിൽ ഇറക്കിച്ച് സ്റ്റാലിൻ്റെ സമയം കളയിച്ചു. പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ ഇതൊരു രസം, ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ ഡാർക്ക് സൈറ്റുകൾ എടുക്കുക, അതുകൂടെ കയറുക, ഇങ്ങോട്ട് മെയിൽ അയച്ചു കൊടുക്കുക, മെയിൽ അയച്ച് ഇതുപോലെ ഭീഷണി അയച്ചു കൊടുക്കുക. കുറച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഭൂരിഭാഗവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് ആരാണെന്ന്. ഈ ഫ്ലൈറ്റിൽ ബോംബ് വയ്ക്കുന്നത് മാത്രമല്ല, ഇപ്പം നമ്മുടെ രാജ്യത്ത് ഈ ട്രെയിൻ അട്ടിമറിക്കാനായിട്ട് വ്യാപകമായിട്ട് ഈ പാളത്തിൽ ഈ കല്ല് പിറക്കി വയ്ക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിടുന്നുണ്ട്, ഇരുമ്പ് വസ്തുക്കൾ എടുത്തിടുന്നുണ്ട്. ഒരുപാട് പ്രതികളെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട്. ഈ പിടിക്കുന്ന ആൾക്കാരൊക്കെ സുഡാപ്പികളാണ്. പോരാത്ത ഇനി വന്ദേ ഭാരതിന് കല്ലെറിയുന്നുണ്ട്. അതാ മലപ്പുറം കണ്ണൂർ ഭാഗം എത്തുമ്പോഴാണ് ഈ കല്ല് പറപറാന്ന് വന്ന് വീഴുന്നത്. കല്ലെറിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് ആനന്ദമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ സർക്കാരിനൊരു പരിദോഷം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കുമല്ലേ ഈ റെയിൽവേ പാളത്തിലൊക്കെ കല്ല് പിറക്കി വയ്ക്കുന്നത്. ട്രെയിൻ എങ്ങാനും പാളം തെറ്റിക്കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവനാണ് അതിനകത്തുനിന്ന് പോകുന്നത്. വലിയ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ചെറിയ കല്ലുകൾ നമ്മൾ വിചാരിക്കും ചെറിയ കല്ലുകളാണ്, കല്ല് പറക്കി വെച്ചു എന്നാണ് വാർത്ത വരാറുള്ളത്. കല്ലല്ല, വലിയ സിമന്റ് കട്ട അല്ല. അത് ഇപ്പൊ അവിടെ തന്നെ ഇരുന്നെന്ന് വെച്ചോളൂ, ട്രെയിൻ വന്ന് അതിന്റെ മുകളിൽ കൂടെ അത് ഭേദിച്ച് മുന്നോട്ട് പോകുമോ? അത് ചിലപ്പോൾ ഭേദിച്ച് മുന്നോട്ട്, ചിലപ്പം പിന്നാലെ വരുന്ന ബോഗികളിൽ ചിലപ്പോൾ പാളം തെറ്റാൻ സാധ്യത. ആദ്യത്തെ എഞ്ചിൻ അതിനെ പൊളിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതിന്റെ എഞ്ചിൻ ഒരു ബ്രേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, സ്പീഡിൽ വരികയല്ലേ, സ്പീഡിൽ വരുന്ന എഞ്ചിൻ ഒന്ന് ബ്രേക്ക് ആവുന്നത്. അതായത് ആ ഇടിയിൽ എഞ്ചിൻ ഒന്ന് ചെറിയൊരു ബോഗികളൊന്നും ഞെരുങ്ങി പുറകിലുള്ള ബോഗികൾക്ക് ചിലപ്പോൾ പാളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതാനും ഒരു ബോഗിയുടെ കണ്ണി വിട്ടാൽ പോരെ, ബാക്കിയുള്ള ബോഗികൾ
അല്ല, ഇത് എനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടും ഉണ്ട്. കാരണം നമ്മുടെ റെയിൽവേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്. ഈ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു നെറ്റ്വർക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങോളം ഇങ്ങോളം ഈ മനുഷ്യനെത്താത്ത എന്നല്ല, ഈ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ എന്ന് പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ഇത് പാളങ്ങൾ കടന്നു പോകുന്നുണ്ട്. അത് അവിടെ കാട്ടിനകത്തൂടെ പോകുന്നുണ്ട്, മല തുരന്ന് പോകുന്നുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിനൊരു നിരീക്ഷണം സാധ്യമാക്കാൻ പറ്റുക? അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ട്രെയിൻ പാളം തെറ്റിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ നാലാന്നോ ഒരു വാർത്ത പുറത്തു വരുന്നത്, റെയിൽവേ പാളത്തിൽ മറ്റേ ഇതില്ലേ, മറ്റേ എന്താ ഈ ബൈക്കിന്റെ റിമ്മ് അത് കൊണ്ടിട്ടേക്കുന്നു. ബൈക്കിന്റെ റിമ്മ് കൊണ്ടിട്ട് കൊടുത്തിരിക്കുന്നത് അതെവിടെ? അത് ഉത്തരേന്ത്യയിൽ എവിടെയാണ്? ഉത്തരേന്ത്യയിൽ എവിടെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അത്ര വലിയ നെറ്റ്വർക്ക് ആണല്ലോ. ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ ഞരമ്പുകൾ പോലെയാണല്ലോ ഇന്ത്യയിൽ റെയിൽവേ പാളങ്ങൾ പോകുന്നത്. അത്ര പറഞ്ഞ് അത്രയ്ക്കും ഇതുണ്ട്. അത് ഞാൻ പറയുന്നത്, ഇത്രക്കും മനോവൈകൃതമുള്ള ആൾക്കാർക്ക് എവിടെയും എന്തും ചെയ്യാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ സർക്കാരിന് ഇത് നിരീക്ഷിക്കാൻ പറ്റും? വലിയൊരു ബുദ്ധിമുട്ടുള്ള നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ഇത് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ ഭീമമായിട്ടുള്ള ചെലവ് വരും. ഭീമമായിട്ടുള്ള ചെലവ് മാത്രമല്ല, ഭീമമായിട്ടുള്ള ഒരു ഇത് വരും, ബുദ്ധിമുട്ട്. എത്രയെന്നും പറഞ്ഞാൽ ഇരുന്ന് നിരീക്ഷിക്കുക. ഇനി റെയിൽവേ നെറ്റ്വർക്കിനെക്കാട്ടിലും വലിയൊരു നെറ്റ്വർക്ക് ജോലി സംവിധാനം തുടങ്ങേണ്ടി വരും. റെയിൽവേ പാളങ്ങളിൽ കൂടെ സഞ്ചരിക്കാൻ കാൽനട യാത്ര അനുവദിച്ചിട്ടില്ല. നമ്മൾ എത്രയോ പേരെ കിടന്നു റെയിൽവേ പാളത്തിൽ ചേർന്ന് നടന്നു പോകുന്നത്. റെയിൽവേയുടെ ഭൂമിയിൽ കയറി കാൽനട യാത്രയൊന്നും അവർ അനുവദിച്ചിട്ടില്ല. അവർ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ അത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ. അതല്ലാണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്നു. ഞങ്ങളുടെ അങ്ങോട്ട് ചോദിക്കഴിഞ്ഞാൽ ആര്യങ്കാവ് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടംപോലെ ഇത് കാണാറുണ്ട്. ആര്യങ്കാവ് ഭാഗത്ത്, ആര്യങ്കാവ് തെമ്പല ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനെ ആളുകൾ ഈ പാളങ്ങളിൽ ഇപ്പം പരിചയമില്ലാത്തവർ, തദ്ദേശീയരല്ല, പരിചയമില്ലാത്ത മനുഷ്യർ ഈ പാളങ്ങളുടെ ഭാഗത്തൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പോൾ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 25-ാം തീയതി കൊച്ചിയിൽ ഒരു ബോംബ് ഭീഷണി മുഴക്കി. അവൻ്റെ പേര് മലപ്പുറം സ്വദേശി ഷുഹൈബ്. അവൻ എന്തിനാ ഇത് മുഴക്കിയെന്നറിയാമോ? അവൻ്റെ വിമാന ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല. അതിന് അവൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് 11:50 പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ ലണ്ടൻ യാത്രയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെടുത്ത്. അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇറക്കി തിരിച്ചു. പിന്നെ ബുദ്ധിമുട്ടല്ലേ, ബോംബ് ഭീഷണിയല്ലേ വന്നിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മീഡിയ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ, അതായത് ടിക്കറ്റ് മാറ്റി നൽകില്ല. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലി ഉള്ള ഒരു ആവശ്യത്തിൻ്റെ പേരിൽ ഒട്ടനവധി പേരുടെ യാത്ര മുടക്കുക. ഇതിപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ലേറ്റായി കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് നമ്മൾക്കൊക്കെ പല വാർത്തകളും ചെയ്യുമ്പോൾ നമുക്കത് അറിയാവുന്നതല്ലേ. ഇതൊരു മനോവൈകൃതമാണ്. ആ മനോവൈകൃതത്തിൽ എന്തൊക്കെയോ ഒരു ആനന്ദം ഇവർക്ക് കണ്ടെത്തുന്നുണ്ട്. ബോംബ് ഭീഷണി എന്ന് പറയുന്നത് ഭൂരിഭാഗവും വ്യാജമാണ്. അതങ്ങനെ നടപ്പാക്കാൻ ഒരുത്തൻ അത് വിചാരിച്ചാലും വിമാനത്തിൽ ഉള്ളിലേക്ക് ഒരു ബോംബുമായി കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവനെ അതെ, കാണ്ഡഹാറൊക്കെ റാഞ്ചി കൊണ്ടുപോയത്. ഈ പഴുതടച്ച സുരക്ഷയാണ് വിമാനം. പക്ഷേ റെയിൽവേ പറ്റുമെന്ന് ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, റെയിൽവേ സ്റ്റേഷൻ വലിയ നെറ്റ്വർക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നമുക്ക് ഒരാൾക്ക് ബോംബ് കൊണ്ടകത്ത് കയറാനായിട്ട് പറ്റിയില്ല, പരാജയപ്പെട്ടാലും അയാൾക്ക് വേണമെങ്കിൽ എത്രയോ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, ആളും പേരും ഇല്ലാത്ത, അതുവഴി പോയിട്ട് കയറാമല്ലോ. അങ്ങനെ ചെയ്യാനും തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞ പറ്റിയില്ലെങ്കിൽ അല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് എവിടെ ആ പാഴ്സൽ സർവീസ് ഇല്ലേ, അതിലെ കയറുന്നിടത്ത് ഡിറ്റക്ട് ചെയ്യുന്ന സാധനം വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഡിറ്റക്ട് ചെയ്യുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തൂടെയും കയറാം, പുറത്തൂടെയും കയറാം. അവിടെ ആളില്ല, ആരുമില്ല ചോദിക്കാൻ. അതുവഴി എപ്പോഴും ഞാൻ റെയിൽവേയിൽ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധനമുണ്ട്, എങ്കിലും ആൾക്കാരെല്ലാം അപ്പുറത്ത് സൈഡിൽ കൂടെ പോകും. ആൾക്കാർ സൈഡിൽ കൂടെ പോകും, ആളുകളൊക്കെ ആരും കയറുന്നില്ല. ആരും, അതാണ് പറഞ്ഞത്. അതൊക്കെ ഈ പറയുന്ന പോലെ സുരക്ഷാ സംവിധാനത്തിന്റെ വലിയ ചോദ്യം ചെയ്യലാണ്. അവിടെ ആരും ഇല്ലേ താൻ, ആരുമില്ല, ഒരു മനുഷ്യനും ഇല്ല. ഒരു മനുഷ്യൻ ഞാൻ പറയട്ടെ, അതിനെക്കാട്ടും സുരക്ഷയുണ്ട് ഇവിടെ തിരുവനന്തപുരം ലുലു മാളിൽ. ലുലു മാളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ അതേ സാധനം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, മര്യാദയ്ക്ക് അതിനകത്തൂടെ കയറി പോകാൻ പറയും. അതെ അതെ അതെ, പുറത്തൂടെ വിടില്ല അവർ. അതല്ല, ഇതിനു വേണ്ടിയിട്ട് RPF ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. എവിടെ RPF അവിടെ അവരവിടെ വന്ന് ഇരിക്കാത്തതാ. അവരുടെ എന്താ പറയുക, അവരെങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുള്ള. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ എപ്പോഴും റെയിൽവേ സ്റ്റേഷനകത്ത് കയറുമ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൃത്യമായിട്ട് എടുത്താണ് കയറുന്നത്. കാരണം ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ ഞാൻ സ്റ്റേഷനകത്ത് കയറാറുള്ളൂ. പക്ഷേ
ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാലും പുറത്തിറങ്ങുമ്പോൾ ചെക്ക് ചെയ്യാൻ ആരുമില്ല. എൻ്റെ കൂടെ എത്രയോ പേര് പുറത്തിറങ്ങുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചെക്ക് ചെയ്യാനെങ്കിലും ഒരാൾ വേണ്ടേ? അങ്ങനെയെങ്കിലല്ലേ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് എത്ര പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി, ഇവർക്ക് അകത്ത് കയറേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് അകത്ത് കയറിയ പർപ്പസ്, ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഒന്നുമില്ല, എടുത്താലും എടുത്തില്ലെങ്കിൽ എല്ലാവർക്കും കയറാം, അകത്ത് കിടന്ന് ഉറങ്ങാം. എന്താണ് ഇതൊക്കെ? അതിന്റെ പരിശോധന എന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 1 to 2, പിന്നെ വൈകുന്നേരം പിന്നെ 5 to 6. ഇത്രയാണ് ഇതിന്റെ പരിശോധന നടക്കുന്നത്. അല്ലാണ്ട് പരിശോധന നടത്തുന്നില്ല. അവർക്ക് മെനക്കെടാൻ വയ്യ, പണിയെടുക്കാൻ വയ്യ, പണിയെടുക്കാൻ താല്പര്യമില്ലാതെ അവിടെ കുത്തിയിരിക്കുക. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻക്വയറിയിലോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും അടഞ്ഞു കിടക്കും. എൻക്വയറിയിൽ ആളില്ല. അല്ലെ എൻക്വയറിയിൽ എന്ത് ചോദിച്ചാലും അവർക്ക് മറുപടി കൃത്യമായിട്ട് പറയാനില്ല. ചില ശങ്കർ സിനിമകൾ പോലെയാ, ഒന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല റെയിൽവേയില്. സ്റ്റേഷൻ ആണല്ലേ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ എല്ലാ സ്റ്റേഷനിലും ഇപ്പൊ സ്മാർട്ട് സ്റ്റേഷനുകളാക്കാൻ പോവുക. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മോദി വന്നപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി സ്വച്ഛ് ഭാരതിൽ റെയിൽവേകളായിരുന്നല്ലോ. കാരണം കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ നമ്മുടെ ഈ ഫോറിനേഴ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനാണ് പബ്ലിക് അക്കൂസ് എന്നാണ്. കാരണം അറിയാമല്ലോ, ഒരു വൃത്തിയില്ലാത്ത സ്റ്റേഷൻ. ഇപ്പോൾ മോദി വന്ന ശേഷം ഏറ്റവും വലിയ വെല്ലുവിളി റെയിൽവേ സ്റ്റേഷൻ വൃത്തിയാക്കുക, അവിടെ അങ്ങനെയുള്ള ആളെന്ന് ചോദിക്കുക, നല്ല ട്രെയിനുകളും. അങ്ങനെ വന്ദേ ഭാരതൊക്കെ ഇറങ്ങുന്നത്, പഴയ ട്രെയിനുകളൊക്കെ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്യും ഉടനെ തന്നെ. വന്ദേ ഭാരതാവും, മൊത്തം വന്ദേ ഭാരതാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഈ അകത്തുള്ള ആൾക്കാർക്ക് പണിയെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു വലിയ അപകടം സംഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു അപകടം സംഭവിക്കുമ്പോൾ നടന്നല്ലോ നമ്മുടെ ഏലത്തൂര്. അതെ തീവെപ്പ് നടന്നല്ലോ. അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു. സർക്കാർ അത് ഫോളോ അപ്പ് ചെയ്തില്ല. ഫോളോ അപ്പ് ചെയ്യുന്ന മാധ്യമങ്ങളെ വായും മൂടിക്കെട്ടി. അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞു. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഈ ഏലത്തൂരിൽ തീ വെച്ച അയാളുടെ പേര് ഷെറൂഖ് സൈഫി. അയാള് യഥാർത്ഥത്തിൽ ഏലത്തൂര് വന്ന് തീ വെച്ചപ്പോൾ ആ സമയത്ത് അയാൾ ഈ സക്കീർ നായിക് ഉണ്ടല്ലോ, അവന്റെ അനുയായിയാണ്. അവന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളാണ്. ഈ സക്കീർ നായിക് അതിനു മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയത്, രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ കേരളത്തിലോട്ട് ചെല്ലണം, എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. തീവ്ര മനസ്സുള്ള മുസ്ലിങ്ങൾ. ആ സമയത്ത് ഞാനിത് വാർത്തയൊക്കെ ചെയ്തതാണ്. കാരണം അത് തന്നെയാണ് അവൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഈ സക്കീർ നായിക്ക് ഇവനിപ്പോൾ മലേഷ്യയിൽ സുഖമായിട്ട് വിരാജിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഏലത്തൂരുള്ള ആ പ്രതിയെ മഹാരാഷ്ട്ര പോലീസാണ് പിടിച്ചു കൊടുത്തത്. എന്നിട്ട് അത് പിടിച്ചു കൊടുത്തിട്ട് കേരള പോലീസിന് കൈമാറിയപ്പോൾ കേരള പോലീസിൻ്റെ വണ്ടി പഞ്ചറായിപ്പോയി. വണ്ടി 1 മണിക്കൂർ റോഡിൽ കിടന്നു. അതെടുക്കാൻ ചെന്ന മാതൃഭൂമി റിപ്പോർട്ടർ വണ്ടി പഞ്ചറായി റോഡിൽ കിടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇന്നായിരിക്കട്ടെ മാതൃഭൂമി റിപ്പോർട്ടർക്ക് ഒരു കേസ്. കോമഡിയാണ്. ഉള്ള കാര്യം പറയാനും പാടില്ല. അതൊരു ഭീകരവാദിയാണ് റോഡിൽ ഇട്ടേക്കുന്നത്. വണ്ടി പഞ്ചറായി പോകുന്നത്. അവ ഇറങ്ങി ഓടിയെങ്കിൽ എന്ത് ചെയ്യും? ഇനി ഓടാനായിട്ടാണോ ഇങ്ങനെ വണ്ടി പഞ്ചറാക്കി കൊടുത്തത്? മഹാരാഷ്ട്രയിലെ പോലീസാണ് പിടിച്ചു കൊടുത്തത്. കഷ്ടമാണ് നോക്കണേ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പോൾ പിന്നെ റെയിൽവേ ഇത്തരം അലംഭാവം കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അങ്ങനെയാണ് മറ്റേ കാര്യങ്ങൾ. ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടെങ്ങാനും നമ്മുടെ കേരള സർക്കാരിന് നടത്താനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ പുഷ്പം പോലെ കയറിപ്പോയനെ. 100% അദാനിയാണ് അത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടെൻഡറിൽ രണ്ടാമത് സർക്കാരായിരുന്നു. അദാനി അത് പൊട്ടിച്ച് ഒന്നാമതായി കയറി. അതിൽ ഏറ്റവും വലിയ രസം വേറൊരു കാര്യമുണ്ട്. ഈ അദാനി രണ്ടാമത് സർക്കാരാണ് ടെൻഡർ വിളിക്കുന്നത്. സർക്കാരിന്റെ രണ്ടാമത് വന്ന സർക്കാരാണ്. ഈ സർക്കാർ ഇതിനു വേണ്ടി ടെൻഡർ കൊടുക്കാൻ സമീപിച്ച ആരാ? അദാനിയുടെ മകന്റെ ഭാര്യയുടെ അച്ഛൻ്റെ അടുത്ത് പോയത്. അദാനി ടെൻഡർ പിടിച്ചു. സർക്കാർ ഇവിടെ കിടന്ന്, റിയാസ് അടക്കമുള്ളവർ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി. ആ എയർപോർട്ട് നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ കാണാം ഈ പണ്ട് മുതലേ ഒരു ആരോപണമുണ്ട്, അതിനകത്ത് വലിയ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് ഈ തിരുവനന്തപുരം എയർപോർട്ടിലും. അതിഭീകരമായിട്ട് സ്വർണ്ണക്കടത്ത് നടപ്പുണ്ടെന്ന്. അപ്പോൾ അതുവഴിയാണല്ലോ ഈ നയതന്ത്ര ബാഗേജ് ഇതൊക്കെ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് വേണമെന്ന് വലിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് കിട്ടിയില്ല. സർക്കാരിന് അത് കിട്ടിയെങ്കിൽ ഞാൻ എഴുതി തരാം. അന്ന് ബോംബ് ഭീഷണിയല്ല, ബോംബും കൊണ്ട് അകത്തോട്ട് കയറി പോയേനെ. വിള പറഞ്ഞിട്ടും കൊടുക്കാൻ നന്നായി. വിള ചോദിച്ച ഒരാളുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കാത്തത് നന്നായി. വളരെ നന്നായി.